അതായത് എന്നാ ചെയ്യാൻ പോകാമെന്നറിയാവോടാ? ഇതാണ് മാങ്ങ അച്ചാർ. ഓക്കെ, നിങ്ങൾക്ക് തിന്നല്ലേ പരിചയമുള്ളൂ, കണ്ടു പരിചയമില്ലല്ലോ. ഇത് നോക്കിക്കോ, അതായത് എന്നാ ചെയ്യുന്നതെന്ന് നോക്കി പഠിച്ചോ. എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളോട് സേവ് ചെയ്ത് വെച്ചോ. ഇനിയും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങാച്ചാറൊക്കെ ഇടണമെന്ന് തോന്നിയാലോ, നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് നിങ്ങൾ പിള്ളേയൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാങ്ങാച്ചാറൊക്കെ ഇടണമെന്ന് തോന്നി ആർക്കറിയാം? ആ കൊട്ടി വരുന്ന പെണ്ണിനെ അറിയത്തില്ല എന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നീ എൻ്റെ വീഡിയോ എടുത്തോണം കേട്ടോ. മാങ്ങ വാങ്ങിക്കണം. ആദ്യം പോയി മാങ്ങ വാങ്ങിക്കുന്നത്, ഇവിടെ മാങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. നല്ല വിലക്കുറവ് വരുമ്പം നീ പോയി മാങ്ങ വാങ്ങിച്ചു വെക്കണേ. ഇന്ന് ഞങ്ങൾ തെക്കാസി പോയിരുന്നു രാവിലെ. പൈസ ഉണ്ട്, വില കൂടുതൽ കിട്ടുമ്പോൾ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ തൊലി കളയണം. മൊത്തം അങ്ങനെ കളയല്ലോ കേട്ടോ. അത് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇത് പീലറുണ്ട് എളുപ്പം. ഇവിടുത്തെ പീലറൊന്നും കാണാതെ പോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെത്തിയ മാങ്ങ ഇല്ലേ, തൊലി ചെത്തിയ മാങ്ങ നമ്മൾ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടമ്മ. ഇതേ നോക്കിയേ, ഇതിനി ഇങ്ങനെ കുഞ്ഞായിട്ട്. ഇതിന് വേറൊരു മാർഗ്ഗവും ഇല്ല കേട്ടോ. വേറൊരു എളുപ്പപ്പണിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മെഷീനിലിട്ടടിക്കാനും ഒന്നും പറ്റത്തില്ല. ഇത് നിങ്ങളിങ്ങനെ തന്നെ കുഞ്ഞായിട്ട് അരിയണം. ഇച്ചിരി കൂടെയൊക്കെ കുഞ്ഞായിട്ട് നല്ലതായിട്ടൊക്കെ അരിഞ്ഞാൽ നല്ല. ഇതിപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞുവിടും. അതെ, ഇത് കണ്ടോ, ഇത് ഈ മാങ്ങാണ്ടികൾ ഇച്ചിരിയൊക്കെ കുറേ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നോ? നിങ്ങൾ കഴിക്കത്തില്ല, ചമ്മന്തി അരയ്ക്കാൻ ഇച്ചിരി കഴിയുമ്പം, നാളെ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ. ഇതെന്നുള്ളതെല്ലാം കൂടി ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് കണ്ടിക്കും. എടാ, നീ വല്ലോ വർത്താനം പറഞ്ഞോടാ എന്നോട്? നീ ഇനി മിണ്ടാ നിൽക്കുന്നത്. ഫോട്ടോയിലോ വരത്തില്ല, വർത്താനെങ്കിലും പോരട്ടെ. എൻ്റെ തന്നെയാന്നോ? ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നല്ലതായിട്ട് വേണേ കേട്ടോ. അത് നല്ല വെളുത്തുള്ളി മേടിക്കുമ്പം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇത് ഇങ്ങനെയാണ് അരിയേണ്ടത്. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് കറക്കിയെടുക്കാം, ചവച്ചെടുക്കാവേ. അതിനകത്ത് ഇനി പാത്രം വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. ഞാൻ ജിഞ്ചലി ഓയിൽ ഒഴിക്കുന്നേ ഉള്ളൂ. പണ്ടൊക്കെ നല്ലെണ്ണ ഒഴിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ ഓയിലൊന്നും പിടിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒലിവ് ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് ഒഴിച്ചാലും മതി. അത് കഴിഞ്ഞത് കുറച്ച് ഇത് ഉലുവ എന്ന് പറയും, ഉലുവ. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. ഇച്ചിരി മാറി നിന്നൊക്കെ ഇട്ടോണം. പിന്നെ അടുത്ത പൊട്ടിത്തെറി വരുന്നുണ്ടോ, നമ്മുടെ കരിയാപ്പിലയാണ്. ഇടാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ ഇങ്ങനെ പൊട്ടിത്തെറിക്ക് ദേഹത്തൊന്നും വീഴരുത്. ഇനിയും വേണം. കരിയാപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ഇത് വലിയ പടക്കം പൊട്ടുന്ന പോലെയാണ്. പക്ഷെ നമുക്കിവിടെ കരിയാപ്പില കിട്ടാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഇത്രയേ വരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അടിച്ചല്ല, സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് അരിയല്ല കേട്ടോ. ഇത് പിള്ളേർക്ക് എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ചെയ്യുവാടാ ഇതൊക്കെ? അതോ ഞാൻ ഈ മെനയിടുന്നതേ ഉള്ളൂ? ചെയ്യമേ, അച്ചാറൊക്കെ ഇടുമേ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടിയും, അതായത് ചില്ലി പൗഡറും ടെർമറിക് പൗഡർ ഇടുക. ഇതിന് റെഡിമെയ്ഡ് അച്ചാർ പൗഡർ കിട്ടും, അത് നിങ്ങൾ ഉപയോഗിക്കണ്ട കേട്ടോ. വേണമെങ്കിൽ ഉപയോഗിച്ചോ, ഈസി ആണെങ്കിൽ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മളിതേ ആ മാങ്ങായ്ക്കകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് നന്നായിട്ട് വരട്ടി വെച്ചായിരുന്നേ. നല്ല പുളിയാണ്, നല്ല പുളിയ മാങ്ങ വേണം, എന്നാലും അതല്ലത്. എന്നിട്ട് ഈ മാങ്ങ അതിൻ്റെ അകത്തോട്ട് തട്ടുക. പരിപാടി തീർന്നു. പിന്നെ അങ്ങോട്ട് തട്ടുക. എന്നിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഇച്ചിരി നേരം ഒന്ന് വെക്കുക. ഇത് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇപ്പം ഉപ്പും മുളകും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണിത് കണ്ടോ. ഇതിന് കായപ്പൊടി എന്ന് പറയും. അത് നന്നായിട്ട് ഇടണം. അതിന് നമ്മുടെ വൈറ്റ് വിനെഗർ. ഇത് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കഴിയട്ടെ. ഈ ചൂടൊക്കെ മാറിയിട്ട് ഈ വിനാഗിരിയും കൂടെ ചേർത്ത് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം മാങ്ങ മേടിച്ച് ഞാൻ നിൻ്റെ കയ്യിലോട്ട് തരും. നിങ്ങൾ 3 കൂടെ എനിക്ക് ഇട്ട് തരണം കേട്ടോ. അമ്മമാർക്ക് കൂടി ഇത് കാണിച്ചു കൊടുത്തേക്കണേ.